ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സാണ്, ലോയുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലോ. സോ അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? മീനിങ് ഓഫ് ലോ. സോ നമ്മുടെ നാട്ടിൽ നിയമം ഇല്ലായിരുന്നെങ്കിൽ, ലോ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നേന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ നമ്മളവിടെ നിൽക്കുന്നുണ്ടല്ലേ, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? അതൊരു നിയമമാണ്. കാരണം റെഡ് സിഗ്നൽ കണ്ടാൽ നമ്മൾ വണ്ടി നിർത്തണം, ഗ്രീൻ കണ്ടാൽ നമുക്ക് പോകാം, മഞ്ഞ കണ്ടാൽ അത് സ്ലോ ആക്കി നോക്കി വേണം ഓടിക്കാനെന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ലോയോ കാര്യങ്ങളോ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേന്? ആളുകളുടെ തോന്നിയ പോലെ പോകും. ഇപ്പം ഒരു ജംഗ്ഷൻ വരികയാണെങ്കിൽ, ഒരു ജംഗ്ഷനാണ്, ഇവിടെ നിന്നൊരു വണ്ടി വരുന്നു, ഇവിടെ നിന്നും ഒരു വണ്ടി വരുന്നു. എന്താണ്? ഇവിടെ ഒന്നുമില്ല, നോക്കുക പോലും ഇല്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ക്ലാഷായി ആക്സിഡൻസ് ഉണ്ടാവും അല്ലേ? ആക്സിഡൻസിൻ്റെ നമ്പർ കൂടും, ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഹെൽമെറ്റ് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു നിയമമാണ്. അത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അപ്പം ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓടിച്ചാൽ നിയമം, അതൊരു നിയമമാണ്, അല്ലെങ്കിൽ ഒരു ലോയാണ്. അതെന്താ? ഇപ്പം രണ്ടുപേരും വയ്ക്കണം, ബാക്കിലിരിക്കുന്ന ആളും വയ്ക്കണം, ഫ്രണ്ടിലിരിക്കുന്ന ആളും വയ്ക്കണം. സോ അങ്ങനെയൊന്നും അതുകൊണ്ടാണ് ആളുകളുടെ സേഫ്റ്റി ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള നിയമങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻക്രീസ് ചെയ്യും, പ്ലസ് ആളുകളുടെ ഡെത്ത് റേറ്റ് എന്തായേനെ? ഇൻക്രീസ് ആയേനെ. സോ സോഷ്യലായിട്ടും ലീഗൽ പരമായിട്ടും ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലോ ഈസ് നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓർഡർലി സോഷ്യൽ ലൈഫ്, ബട്ട് ഓൾസോ എസെൻഷ്യൽ ഫോർ വെരി എക്സിസ്റ്റൻസ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യൻ ജീവിച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കുക, ഒരാൾ മറ്റൊരാളെ കൊന്നു, ജയിലോ പോലീസോ നിയമമോ കോടതിയോ ഇല്ലായിരുന്നെങ്കിൽ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊല്ലാം അല്ലേ? അപ്പം ഈ സൊസൈറ്റിയിൽ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ജീവിക്കാനേ പറ്റാത്ത ഒരു അവസ്ഥയായി തീർന്നേനെ. അപ്പം ലോ എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഒരു സോഷ്യൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുപരി മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്ലിയർ ലോ, പീപ്പിൾ മേക്ക് ഡിസിഷൻ that will be solely based on their principles, which may lead to disaster to the society. നിയമങ്ങളില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ പ്രിൻസിപ്പിൾസിനനുസരിച്ച് അവർ ജീവിക്കും. അപ്പം അതെന്താണ്? സൊസൈറ്റിക്ക് ഒരു ഡിസാസ്റ്ററായിത്തീരും. അത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. ഇതുപോലെ എക്സാമ്പിളായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മുടെ പെനാൽറ്റീസും ഫൈൻസും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ട് ആളുകളുടെ ആ ഒരു വലിച്ചെറിയുന്ന ഒരു ശീലം തീർത്തും ഇല്ലാതായി എന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ ലോയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതൊന്ന് റെഡിയായി വരുന്നത്. The health and the wealth of a nation is dependent on how far the rule of law is maintained and observed in a nation. അതായത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യപരമായും സാമ്പത്തികപരമായും
നമ്മൾ നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിലെ ലോ എത്രത്തോളം ശക്തമാണ് എന്ന് നോക്കിയിട്ടായിരിക്കും ഉണ്ടാകുക. സോ ലീഗൽ സിസ്റ്റം ഓൾവേസ് ഹാസ് ടു ലിമിറ്റ് പീപ്പിൾസ് ഫ്രീഡം. എന്താണ്? ലോ എപ്പോഴും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നിയമം ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് രാത്രി ആവട്ടെ രാവിലെ ആവട്ടെ എപ്പോഴാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? എൻ്റെ സ്വാതന്ത്ര്യത്തിനൊരു ലിമിറ്റേഷനാണ്. എനിക്ക് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ അതാണ് എനിക്കിഷ്ടം എന്ന് വിചാരിക്കുക. അപ്പം അതില്ലാതെ എനിക്ക് പോകാൻ പാടില്ല എന്ന് നിയമം അനുശാസിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഒരു ലിമിറ്റേഷനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ ഡയറക്റ്റ് മീനിങ് ഓഫ് ലോയിലേക്ക് പോവാണ്. ഇനി ലോ എന്ന് പറയുകയാണെങ്കിൽ ജനറലി ഒരു ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസ്. എന്താണ്? സെറ്റ് ഓഫ് റൂൾസ്. റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള, അതായത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ എവിടെയോ ആരോ ഇരുന്നുണ്ടാക്കിയതോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതോ അല്ല. അതായത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം. ലോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം, റെക്കഗ്നൈസ് ചെയ്തതായിരിക്കണം. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെ നമ്മൾ എന്ത് പറയും? ലോ എന്ന് പറയും. സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണം, പിന്നെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ ഒന്ന് പറഞ്ഞ് എന്താണ്? ലോ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസാണ്. എങ്ങനെയുള്ളത്? റെക്കഗ്നൈസ് ചെയ്തതും എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ലോ എന്ന് വിളിക്കുന്നത്. സോ ഇതൊക്കെ എൻഫോഴ്സ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്, കർണാടക, കേരള അങ്ങനെയുള്ള സ്റ്റേറ്റ്സ്. ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ കണ്ടക്റ്റ് ഓഫ് പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോൾ ചെയ്യാനായിട്ട്. പ്ലസ് എന്താണ്? റെഗുലേറ്റ് ചെയ്യാൻ. കണ്ടക്റ്റ് ഓഫ് പീപ്പിൾ, അതായത് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ഇതിനെയാണ് നമ്മൾ ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ടു പ്രൊട്ടക്റ്റ് ദെയർ പ്രോപ്പർട്ടി. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്റ്റ് ദെയർ പ്രോപ്പർട്ടി. പിന്നെ ആൻഡ് കോൺട്രാക്ച്വൽ rights with a view to securing justice, peaceful living, പിന്നെ and social security. അപ്പോൾ എന്താണ്? ഒന്നുകൂടെ പറഞ്ഞ്. ലോ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? റെക്കഗ്നൈസ്, പിന്നെ എൻഫോഴ്സ് ബൈ സ്റ്റേറ്റ് ടു കൺട്രോൾ ആൻഡ് ടു റെഗുലേറ്റ്. എന്താണ്? കണ്ടക്റ്റ് ഓഫ് പീപ്പിൾ.
നിയമം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇപ്പം ഒരു ആക്ട് എടുക്കുക, ഇൻഫർമേഷൻ ആക്റ്റിൽ തന്നെ പല പല സെക്ഷൻസ് ഉണ്ടാവും, പല പല റൂൾസ് ഉണ്ടാവും. അതെല്ലാം കൂടി ചേർന്നാണ് നമ്മളൊരു നിയമം അല്ലെങ്കിൽ ഒരു ആക്ട് എന്ന് വിളിക്കുന്നത്. സോ പലതരത്തിലുള്ള റൂൾസുകൾ ചേർന്നാണ് നമ്മളൊരു ലോ ഉണ്ടാക്കുന്നത്. അപ്പം ആരാണ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന റൂൾസ് അല്ലെങ്കിൽ നിയമം സ്റ്റേറ്റ് ആകാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിന് അങ്ങനെ അത് മാത്രമല്ല, എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ആവാം, ലോക്കൽ ബോഡി ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കി കേരള, കർണാടക അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അപ്പം സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് ഇവിടെ എല്ലാവരെയും ചേർത്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലോ ആരുണ്ടാക്കുന്നതാണ്? സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആകാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആകാം, ലോക്കൽ ബോഡീസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം സെബി, അതോറിറ്റീസ്, RBI അങ്ങനെയുള്ള അതോറിറ്റീസ് ഉണ്ടാക്കുന്നതുമാകാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് their property. Okay, protect their property and contractual rights. ഇനി വിത്ത് എ വ്യൂ, അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? ടു സെക്യൂർ ജസ്റ്റിസ്. നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ് എഴുതുമ്പോൾ എന്ത് ചേർക്കണം? ടു ചേർക്കണം കേട്ടോ. ടു എന്തിനു വേണ്ടിയിട്ടാണോ? ടു live peacefully. ഓക്കെ, പിന്നെ to maintain social security. ഒരു ലോ എന്ന് പറയുമ്പോൾ അതിനെ ബ്രോഡർ സെൻസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ വരും? റൂൾസ് വരും, റെഗുലേഷൻസ് വരും, പിന്നെ ഗൈഡ് ലൈൻസ് വരും, പ്രിൻസിപ്പിൾസ് വരും. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ? ടു റെഗുലേറ്റ് relations of citizens with the state. സ്റ്റേറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെൻറ്റ്സ് അതോറിറ്റീസൊക്കെ ആയിട്ട് സിറ്റിസണിൻ്റെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോ എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. മീനിങ് ഓഫ് ലോ മാത്രമേ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിന് കൂടെ ഒരു മീനിങ് ഓഫ് ലോ എന്താണെന്ന് നമ്മൾ നോക്കി. സോ ഇന്ന് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത ദിവസം ഉണ്ടാവും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.